ഗുഡ് മോർണിംഗ്. ഇന്ന് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഡേ ആണ്. ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം വ്ളോഗായിട്ട് ഇടാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണാമല്ലോ. അച്ഛൻ്റെ വർക്ക് ലൈഫ് കഴിഞ്ഞ് വേറൊരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്കും അമ്മയ്ക്കും അതുപോലെ തന്നെ എനിക്ക് മക്കളായിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ കാണിച്ചു കൊടുക്കാറ്. അച്ഛൻ എങ്ങനെയാണ് റിട്ടയർമെൻറ്റ് ഡേ അന്ന് ഇതൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കണ്ടൻറ്റ് ഇടാൻ പോകണം എന്നൊക്കെയുള്ള രീതിയിൽ. മെയിനായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് ഇല്ലേ അതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് അതാണ് മെയിൻ പർപ്പസ് കിട്ടുക. അതുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള രീതിക്ക് വന്നത്. പിന്നെ മോട്ടിവേഷനായിട്ട് കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. പിന്നെ എല്ലായിടത്തും നല്ല മഴയെന്ന് വിചാരിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്. ഇന്നലെ ഞാൻ പാടത്തേക്കൊക്കെ പോയിട്ടിരുന്നിട്ട് ആ പാടത്ത് കണ്ടും അതുപോലെ തന്നെ പാടും തോടൊക്കെ ഒരുപോലെ ആയിട്ട് അത്രയും വെള്ളം നിറഞ്ഞുണ്ട്. അപ്പോൾ ഞാനും മാമ്മമാരും ഉണ്ണികളൊക്കെ കൂടിയിട്ട് പാടത്ത് കുളിക്കാൻ പോയി. അതുപോലെ തന്നെ അവിടെ അവർ മറ്റേ ഈ എയറിൻ്റെ മറ്റേ ബോട്ടില്ലേ അത് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ പോയിട്ടാണ്. പക്ഷെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല രസമുണ്ട്. ഇനി റോട്ടിലേക്കും മറ്റേ വീട്ടിലേക്കൊക്കെ വെള്ളം കയറുമ്പോൾ ഈ രസം കുറയും. പക്ഷേ നല്ലൊരു ക്ലൈമറ്റാണ്, ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. അപ്പോൾ എല്ലാ ആളുകളും മാക്സിമം ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക. അടിക്കലടി കൊക്കൂ. ഞാൻ ഒരുങ്ങി റെഡിയായി. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? അടിപൊളിയായി. അപ്പോൾ ഞങ്ങൾ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അച്ഛനും ഏട്ടനും ഇപ്പോൾ അങ്ങോട്ട് ഗുരുവായൂർ പോയിട്ടുണ്ട്. അങ്ങനെ അതിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരെയും അച്ഛന്മാരെയും ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ ആരെങ്കിലും അച്ഛനെയാണോ അമ്മേനെയാണോ എന്നൊക്കെ ഇങ്ങനെ ഇഷ്ടം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അച്ഛനെ ഇഷ്ടം എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അച്ഛൻ എനിക്കൊരു 4ാം ക്ലാസ് ഞാൻ വരെ അച്ഛൻ വേങ്ങാടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അച്ഛൻ വരുള്ളൂ. അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 തവണയൊക്കെ വീട്ടിലേക്ക് വരാറുള്ളൂ. അപ്പോൾ അച്ഛൻ വരികയാണെങ്കിൽ ഭയങ്കര കുറേ കഥകൾ പറഞ്ഞുതരും. അമ്മയാണെങ്കിൽ കഥയൊന്നും പറഞ്ഞുതരാൻ അമ്മയ്ക്ക് നേരം ഉണ്ടാവില്ല. അമ്മ വീട്ടിലത്തെ ജോലിയുണ്ട്, പിന്നെ അമ്മ ജോലി ചെയ്തിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ആണെങ്കിലും അമ്മ അധികം ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അമ്മ സ്പെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ അച്ഛനാണെങ്കിൽ അച്ഛന് കുറേ കഥ പറഞ്ഞു തരാണ്ടാവും. അച്ഛൻ നന്നായി ചിത്രം വരയ്ക്കും. എന്നൊക്കെ ഇരുത്തി ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചു തരും. അങ്ങനെയുള്ള ഒരാളാണ് അച്ഛന്. എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലും അത് ഏട്ടൻ്റെ കാര്യമാണെങ്കിലും അത് ഞങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കും. എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് ഇട്ട് കൊടുക്കില്ല. അത് എല്ലാവർക്കും അങ്ങനെ ഒരു സ്വന്തം പേരൻസിൻ്റെ അടുത്തുനിന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഞാനും എൻ്റെ ഏട്ടനും ഭയങ്കര ബ്ലെസ്ഡാണ്. ഞങ്ങളെല്ലാ കാര്യങ്ങളും അതെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടിച്ചെന്ന് അച്ഛനോട് പറയാൻ പറ്റും, അച്ഛനോടും അമ്മയോടും പറയാൻ പറ്റും. രണ്ടുപേരും അത് ഭയങ്കര സപ്പോർട്ടീവാണ്. അതുപോലെ തന്നെ പാരൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഭയങ്കര അടിപൊളിയാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ആകെ കൂടി എന്തെങ്കിലും അച്ഛനും അമ്മേനൊക്കെ പറ്റി പറയുമ്പോൾ എൻ്റെ ഏട്ടനെ പറ്റിയിട്ട് പറയുമ്പോഴും അതേട്ടാ ഞാൻ പെട്ടെന്ന് ഇമോഷണലാവും. എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് കരച്ചിലെ കാര്യങ്ങളൊക്കെ വരും. അതെന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ, അതാ തോന്നുന്നുണ്ട്. ഇപ്പോൾ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛൻ പോവാത്ത ജോലികളില്ല. അച്ഛന് കാവീട് ഗോകുലത്തിൽ ജോലി ശരിയാവുന്നതിന് മുന്നേ തന്നെ അച്ഛൻ മാങ്ങ പൊട്ടിക്കാൻ, അതുപോലെ തന്നെ പെയിൻറ്റിങ്, ഓട്ടോറിക്ഷ ഓടിക്കാൻ, അതുപോലെ തന്നെ അച്ഛന് കല്യാണത്തിന് മുന്നേ തന്നെ കല്യാണം കഴിഞ്ഞ ടൈമിൽ അച്ഛൻ ഫൈനാൻസ് ആയിരുന്നു. അത് പൊളിഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്. ചില ദിവസങ്ങളിൽ 5 മണി 5:30 6 മണിക്കൊക്കെ അച്ഛൻ പോകും. എല്ലാവരും കിടന്നിറങ്ങേണ്ട ടൈമിലൊക്കെ പോകുന്നത്. മഴയാണെങ്കിൽ അത് റെയിൻകോട്ടൊക്കെ ഇട്ട് ബൈക്കിലേ പോവുള്ളൂ, കാർ എടുക്കാറില്ല. അമ്മ അതായിട്ട് അമ്മയുടെ ജോലി അങ്ങനെയാണ്. അമ്മ ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ കല്യാണ വർക്കൊക്കെ നേരത്തെ പോകണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങൾ ചെറുപ്പത്തിൽ വീടൊക്കെ മാറി താമസിക്കുമ്പോൾ, അതായത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന വീട്ടിലേക്ക് താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അമ്മയാണെങ്കിൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ. ഇപ്പോൾ ഫുഡ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുക അറിയുമ്പോൾ
കോഴിമുട്ട ചിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം, അല്ലാതെയുള്ള ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ് വരെ ആക്കിയിട്ടായിരിക്കും 3 മണിക്കൊക്കെ. മഴയാണെങ്കിൽ അത് റെയിൻകോട്ടൊക്കെ ഇട്ട്, ഞങ്ങൾക്ക് ആദ്യം ഒരു സ്പ്ലെൻഡറിൻ്റെ ബൈക്കായിരുന്നു. ആ ബൈക്കുമ്മേ അമ്മയുടെ വർക്കിൻ്റെ കുറേ 2-3 കവറൊക്കെ ഉണ്ടാവും. വർക്കിൻ്റെ 2-3 ബാഗും അച്ഛനും കൂടിയിട്ട് 2 പേരും അങ്ങനെ പോയിട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് എത്തുന്നത്. ഇപ്പം അച്ഛൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു, ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വരികയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. അമ്മമ്മയോ? അമ്മമ്മയുടെ സുന്ദരി ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. 3 മണിയായി, 3 മണിയല്ലേ 2 മണിയായി, കറക്റ്റ് 2 മണിക്കല്ലോട്ട് ഇറങ്ങിയില്ല. ഇസ്മായിൽ 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 അമ്മമ്മ ഇതൊന്നും ഈ അമ്മമ്മ അതെ അമ്മമ്മ എൻ്റെ ഒറ്റ തള്ളു. നമ്മുടെ കൂടെ ഇന്ന് നീലാന്തർജനം ഉണ്ട്, വിഷാന്തർജനം ഉണ്ട്, ഞാനും അമ്മയും മാച്ച്. ഞാനും അമ്മയും അച്ഛനും അമ്മമ്മയും മാച്ചാ. ഏട്ടൻ മാത്രം ഓട് 1 ഔട്ട്. ഏട്ടൻ മാത്രം ഓട് 1 ഔട്ട്. അപ്പൊ എന്തേ ഞാൻ വണ്ടി എടുത്തിരുന്നു എന്റെ ഒരു നല്ല സ്ഥലത്തേക്ക് പോവല്ലേ, അപകടങ്ങളൊന്നും ഒഴിവാകാൻ. ഞങ്ങള് ഗുരുവായൂർ എത്തി കഴിച്ചു. ഞാൻ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് 3 മണിയൊക്കെ ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ മുഖത്തിട്ടുണ്ട്, പക്ഷെ ഒന്നും തന്നെ അറിയുന്നില്ല ഇട്ടുണ്ട്. കാലം കഴിഞ്ഞ് എന്നോട് നന്ദി പറയും, ഇതൊന്ന് ഷൂട്ട് ചെയ്തേ. അമ്മമ്മ തെറ്റി ഗൈസ്. അമ്മമ്മക്ക് പായസം കഴിക്കണം എന്നുണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോ കൗണ്ടർ അടച്ചിട്ടുണ്ടായിരുന്നു. സാരല്ലേ അമ്മമ്മ, വിഷമിക്കണ്ട. പനയോലെ കറക്റ്റ് 3 മണിക്ക് തന്നെ അവിടെ എത്തിയിട്ടു. പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ചൊന്ന് വൈകിപ്പോയി, എന്നാൽ പോലും അടിപൊളിയായിരുന്നു. ഈശ്വര പ്രാർത്ഥനയും വിളക്കൊക്കെ തെളിയിച്ച് പരിപാടി തുടങ്ങി. അച്ഛൻ്റെ കൂടെ 12 സഹപ്രവർത്തകരും കൂടെ അന്നേ ദിവസം റിട്ടയർഡ് ആവുന്നുണ്ടായിരുന്നു. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിലെ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള വിജയൻ സാറും അന്നേ ദിവസം തന്നെയാണ് റിട്ടയർഡ് ആവുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര നമുക്കിങ്ങനെ ഇൻസ്പിറേഷൻ വരുന്ന പോലെയാണ്. ആൾ അത്രയും നന്നായിട്ട് അവിടെ വർക്ക് ചെയ്തിരുന്നു. ഓരോ ഓഫീസർമാരും ആളെപ്പറ്റി പറയുമ്പോൾ അത്രയും വാദോരാതെ സംസാരിക്കുകയാണ്. 3 വർഷത്തിനുള്ളിൽ 12,000-ലേറെ അജണ്ടകൾ തീർപ്പാക്കിയിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു റോൾ മോഡലാക്കി വെക്കാൻ പറ്റിയൊരു മനുഷ്യൻ. അച്ഛക്ക് മറ്റേ ഉള്ളിവാടിയും പരിപ്പോടിയും ഒക്കെ ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ചു. പരിപാടി അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കഴിഞ്ഞു.
എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ 25 വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു. പരിപാടി കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി ഗൈസ്. ലേറ്റായി. എല്ലാവരും വന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമായിട്ടു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെല്ലച്ചയുടെ കയ്യിലാണ് ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വെല്ലച്ചന് ക്യാമറയുടെ ഫ്രണ്ടിൽ മറ്റേ വിരലും വിട്ടുപോയി. നിങ്ങളതൊന്ന് ക്ഷമിക്കണം. വെല്ലച്ചൻ്റെ വിരലിൻ്റെ ഇടയിലൂടെയാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്നത് കാണുന്നത്. എന്തായാലും വെല്ലച്ച എല്ലാതും എടുത്തിട്ടുണ്ട്. പക്ഷെ ആ വിരൽ മാത്രമുള്ളതാണ് ആകെ കൂടിയുള്ള അതിലൊരു തെറ്റെന്ന് പറയുന്നത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വെല്ലച്ചൻ്റെ 4 വിരലുണ്ട്. സുരേഷ് പരിപാടി കട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഇവരൊക്കെ. ഇവരെല്ലാവരും കാവീട് ഗോകുലത്തിലെ പശുക്കളുടെ ഫാമുണ്ട്, അവിടെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അവർ അച്ഛൻ്റെ ഒരു സെക്കൻഡ് ഹോമാണ് കാവീട് ഗോകുലം എന്ന് പറയുന്നത്. ഇനി നാളെ തൊട്ടിട്ട് അച്ഛൻ അത് വർക്ക് ചെയ്യുന്നില്ല, വീട്ടിലാണ്. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമവും വിഷമവും കൂടിയിട്ടുള്ളൊരു മൊമെൻ്റാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത്. Bye. നമ്മുടെ പരിപാടി എങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു ലൈഫിലൊരു വലിയൊരു ദിവസമാണ് ഇന്ന്. ആ ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അറിയാൻ പറ്റും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അടിപൊളിയായി സന്തോഷമായി ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു. അമ്മമ്മ അങ്ങനെ പാത്രം വാങ്ങിണ്ടായിരുന്നു ഗൈസ്, 3 പാത്രം. എല്ലാം ഈ പാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾ ഇതിന്റെ കട്ടെടുക്കാണ്. ഇമ്മക്ക് ഈ പാത്രം നമുക്ക് ഊതിച്ച മതിയമ്മ. നോക്കട്ടെ മുഖം ചിരിച്ച്.
എന്തൊരു സന്തോഷം അമ്മക്ക്. അമ്മത്തെ സിമ്പിളാണ് എന്നൊക്കെ അത് ഞാടു. എന്റെ മുത്ത് സുന്ദരി 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 നമ്പർ 1 അങ്ങനെ പോയി. സുന്ദരി നമ്പർ 2